എടി പിന്നെ എന്തോ നമ്മൾ ആക്ച്വലി ഇപ്പൊ വഴക്കമല്ലാണോ? വഴക്കാണോന്ന് ചോദിച്ചാൽ വഴക്കാണ്. ഞങ്ങക്ക് വഴക്കും ഇണക്കവും ഒക്കെ പണ്ടോട്ടേ ഞങ്ങളുടെ കൂടപ്പിറപ്പാണ്. നമ്മൾ എത്ര വട്ടം ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നല്ല ഐഡിയ ഉണ്ടോ? കൊറേ പ്രാവശ്യമുണ്ട്, അതുകൊണ്ട് കണക്കൊന്നും ഇല്ല. ഏറ്റവും വലിയ ബ്രേക്കപ്പ് എപ്പോഴായിരുന്നു? ഏറ്റവും വലിയ ബ്രേക്കപ്പുകളും അതും ഒരു 2-3 ഉണ്ട്. ഏറ്റവും നല്ല പാച്ചപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷമുള്ള പാച്ചപ്പ്. 1 വർഷത്തോളം വഴക്കെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള പാച്ചപ്പ് ആയിരുന്നു ഭയങ്കര അടിപൊളി അല്ലേ? അതെ. എത്ര പ്രശ്നമാണേലും നമ്മൾ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുക. ഇപ്പൊ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഇവളും, ഇവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഞാനും മാത്രമേ ഉള്ളൂ. ആ ഒരു ബോധം നമുക്ക് വന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ ആ ഒരു ബോണ്ട് സെറ്റ് ആയത്. അൾട്ടിമേറ്റ് പ്രോസസ് ഓഫ് മാരേജ് ഈസ് ദാറ്റ് വി ആർ ക്രിയേറ്റിംഗ് എ ഹോൾ ന്യൂ ഫാമിലി. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കല്യാണം ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബ്രേക്കപ്പും പാച്ചപ്പും ഒക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും കുറെ പേര് ഞങ്ങൾക്ക് മെസ്സേജ് പറയാറുണ്ട്, ഞങ്ങൾക്കും ഈ സെയിം അവസ്ഥ തന്നെയായിരുന്നു, അവസാനം പറ്റാതെ വന്നപ്പോൾ ഡിവോഴ്സ് ആയി എന്നൊക്കെ. ഡിവോഴ്സ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം തമ്മിലടിച്ച് ചാകുന്നതിനെക്കാട്ടും നല്ലത് ഡിവോഴ്സ് ചെയ്ത് സമാധാനത്തെ ജീവിക്കുന്നതാണ്. പക്ഷേ 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കുക. അതായത് ഒന്ന് ഇരുന്ന് സംസാരിച്ച് നോക്കുക. നിങ്ങളുടെ ഇടയിൽ വേറെ ആളെ ഒന്നും കേറ്റാണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇരുന്ന് സംസാരിച്ച് അവനവന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. ചിലപ്പം അതങ്ങോട്ട് സോൾവ് ആയി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ട് നിങ്ങളുടെ ബെറ്റർ ഹാഫിനെയും കിട്ടും.